അപ്പോൾ എല്ലാവരും മീൻ മത്തൻ്റെ ഇലയിൽ പൊള്ളിക്കുന്നുണ്ട്. ഞാനും ഒന്ന് മീൻ മത്തൻ്റെ ഇലയിൽ പൊള്ളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 മീൻ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടമുള്ള മീനാണ് വാങ്ങിയത്. എല്ലാവരും പല പല മീനുകളാണ് പൊള്ളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ 4 മീനുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി ഇത് മസാല പുരട്ടാൻ പോകാം. മസാല പുരട്ടി കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് വരെ നമുക്കത് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം. അതാ ഞാൻ ഈ മത്തൻ്റെ ഇല പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഈ മത്തൻ്റെ ഇലയിലാണ് നമ്മൾ പരിപാടി ചെയ്യാൻ പോകുന്നത്. അപ്പം ഒരു 10 മിനിറ്റ് ആകട്ടെ. മസാല ഓക്കെ ആയി. ഇനി നമുക്ക് മത്തൻ്റെ ഇല എടുക്കാം. മത്തൻ്റെ ഇല എടുത്തിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. അങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇങ്ങനെ പുരട്ടിയെടുക്കണം. അതിന് ശേഷം നമ്മൾ മീനെടുത്തിട്ട് മത്തൻ്റെ ഇലയിലേക്ക് വെക്കുക. മത്തൻ്റെ ഇലയിലേക്ക് വെച്ചിട്ട് കുറച്ച് മസാലയും കൂടെ ഒക്കെ പുരട്ടി കൊടുക്കുക നമ്മളതിനകത്ത്. ഇത് ഇങ്ങനെ പച്ച കളറിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് കാന്താരി മുളക്, കുരുമുളക് എന്നിവ മാത്രമാണ് ചേർത്ത് കേട്ടോ, മഴക്കാലമായതുകൊണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ മത്തൻ്റെ ഇല ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മൾ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ, ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് ഇങ്ങനെ വെക്കുക. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ വെറൈറ്റി കറിയാട്ടോ. അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എരുന്ത് എന്ന് പറയുന്ന സാധനമാണ്. എരുന്ത് തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങ അരച്ച് വെച്ച എരുന്തിൻ്റെ കറി. അതുപോലെ നമ്മളെ മീൻ പൊള്ളിച്ചത് ഇതാണ്. മത്തൻ്റെ ഇലയിൽ മീൻ പൊള്ളിച്ചാണിത്. നമുക്ക് നോക്കാം മീൻ പൊള്ളിച്ചത് എങ്ങനെയുണ്ട്. അതിൻ്റെ മത്തൻ്റെ ഇലയോട് കൂടിയിട്ട് നമ്മളിങ്ങനെ പിടിക്കണം. എന്താ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ മറ്റൊരു യൂട്യൂബർ ചെയ്താണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ മത്തൻ്റെ ഇലയിൽ ഏത് മീനും പൊള്ളിച്ചിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ കഴിക്കണം എല്ലാവരും. ഓക്കെ, ഇതാണ് എരുന്ത് എന്ന് പറഞ്ഞ സാധനം. ഞങ്ങളൊക്കെ മിക്കപ്പോഴും വാങ്ങി കറി വെക്കാറുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണിത്. ഇതാണ് ഇതിൻ്റെ ഇറച്ചി. ഈ കാണുന്നത്, ഈ ചെറുതായിട്ട് കാണുന്നതാണ് ഇതിൻ്റെ ഇറച്ചി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.